ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്ന് നമ്മൾ വൈകുന്നേരം ഒരു ചെറിയൊരു വീഡിയോ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ 2 ദിവസമായി നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതാ ഇന്നിപ്പോ വൈകുന്നേരം നമ്മൾ വലന്റെ ഉള്ളിൽ നിന്ന് കോഴികളൊക്കെ ഇതാക്കുന്ന പുറത്തേക്ക് തുറന്നു വിട്ടാ കേട്ടോ. ഇപ്പൊ സമയം ഒരു എന്തായാലും ഒരു 4:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അതുവരെ നമ്മളെ വലന്റെ ഉള്ളിൽ തന്നെയാട്ടോ നമ്മളെ കോഴികളൊക്കെ. അപ്പൊ ഇന്ന് തുറന്നു വിട്ടപ്പോ തോന്നി എനിക്ക് ചെറിയൊരു വീഡിയോ കൂടി എടുക്കാന്ന്. പിന്നെ അതുമല്ല കേട്ടോ, വേറൊരു വിശേഷം കൂടി ഉണ്ട്. അപ്പൊ അതെന്താന്നല്ല വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമുക്ക് 2 ചാക്ക് എന്താ പറയാ മരപ്പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി കാണിച്ചല്ല ചേച്ചി. അപ്പൊ 2-3 ദിവസമായി, 2-3 ഒരു 4 ദിവസമായിട്ട് നമുക്ക് മരപ്പൊടിയൊക്കെ തീർന്നിട്ട്. അപ്പൊ ഇത് നമ്മുടെ മഴച്ചേട്ടൻ ഇന്ന് കൊണ്ടുപോയി തന്ന കേട്ടോ. കാണിച്ചു തരാം. ഇത് നമ്മൾ ആദ്യം ഉള്ള പോലെയുള്ള ഇതല്ല കേട്ടോ, പൊടിയല്ല കേട്ടോ. ആദ്യം അവരെ വേസ്റ്റും കാര്യങ്ങളും അതേപോലെ നല്ല പൊടിയായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ചീളായിട്ടായിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മളെ കൊണ്ടുവന്നപ്പോ കൂട്ടിൽ ഇട്ട് കൊടുക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. ഉണ്ടാവുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാതിരിക്കണല്ലോ. പിന്നെ കൂടിന്റെ അടിഭാഗമൊക്കെ നല്ല മഴയും അതേപോലെ ഈർപ്പൊക്കെ അല്ലേ. അതിന്റെ മഴ ഉള്ളോട്ട് പെയ്യുന്നില്ലെങ്കിലും അതിന്റെ ഈർപ്പൊക്കെ നന്നായിരുന്നു. അപ്പൊ നമ്മളെ ഇന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങളാട്ടോ. ഇതൊന്ന് കൂടിന്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് വെതറി കൊടുക്കണം. അപ്പൊ അങ്ങനെ ചെറിയ വീഡിയോ ആട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മളെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ കോഴികള് എന്താ പറയാ മൊത്തം എല്ലാവിടെയും പോയി ഇലകളും അതേപോലെ പുറത്തേക്കൊക്കെ ചകഞ്ഞ് തിന്നാനൊക്കെ പോട്ടോ. നമ്മളെ കൂടിന്റെ ഏകദേശം അന്ന് ഒരു പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ കോഴികൾക്ക് കടക്കാനുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കുറവാട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴികളൊക്കെ പുറത്തേക്കൊന്നും പോകാതെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോ കുറച്ച് ആയി പൊടി ഇട്ടിട്ട് കണ്ടില്ലേ ആ ഒരു ഭാഗമൊക്കെ. അപ്പൊ കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. നനയുന്നൊന്നുമില്ല കൂടിന്റെ ഇവിടെ മഴ കൊണ്ട് നനയും അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ തുടർച്ചയായൊരു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നനവുണ്ടാവല്ലോ. അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു കുറച്ച് പൊടി ഇട്ടാണ് നല്ലതായിരുന്നുള്ളത്. പിന്നെ നമ്മളെ ഇവിടെയൊക്കെ ഈ ചില ആൾക്കാരൊക്കെ പൈസക്കൊക്കെ കേട്ടോ മില്ലിന്നൊക്കെ ഇതേപോലെ ഇരുന്നിടത്തുനിന്നും പൈസയൊക്കെ എടുത്തിട്ടുണ്ടോ. അപ്പൊ നിങ്ങൾക്ക് വെറുതെ കിട്ടുകയാണോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. വെറുതെ കിട്ടുകയാണോ അല്ലെങ്കിൽ ഈ പൈസ കൊടുത്തിട്ടാണോ നിങ്ങൾ ഈ കോഴിക്കൂട്ടിലിടുന്ന പൊടിയില്ലേ, നമ്മളെ ചീളുപൊടി മരത്തിന്റെ, അപ്പൊ അങ്ങനത്തെ പൊടിയൊക്കെ പൈസ കൊടുത്തിട്ടാണോ വാങ്ങുന്നതെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ പൈസ കൊടുത്തിട്ടൊന്നല്ല വാങ്ങുന്നത്. നമുക്കിത് നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ തരായിട്ട് ചെയ്യുന്നത്. ചിലവര് എടുത്തു കൊണ്ടുപോയിക്കെന്നൊക്കെ പറയും. ചിലവര് പൈസക്ക് ഒരു കൊട്ടയ്ക്ക് കുറഞ്ഞ പൈസന്റെ ഒരു കണ്ടീഷനിലാട്ടോ 10-20 രൂപ അങ്ങനെ തോന്നുന്നു ഒരു കൊട്ടയ്ക്ക്. ആ ഒരു ഇതിലാട്ടോ നമ്മുടെ ഇതേപോലെ മരത്തിന്റെ പൊടി കിട്ടുന്നത്. ഇതിപ്പോ കുറച്ച് വലിയ ചാക്കാട്ടോ. അപ്പൊ ഇതൊന്നും ഇനി കോഴിക്കോടിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും. കോഴിക്കോടിന്റെ ഉള്ളിലല്ല, നമ്മുടെ ഈ ഒരു വലന്റെ ഉള്ളിലേക്കാട്ടോ ഇട്ട് കൊടുക്കുന്നത്. കോഴികൾ വിചാരിക്കുന്നത് കഴിക്കാനാണ്. നമ്മളെ കൂടുണ്ടല്ലോ, മരപ്പൊടി ഇട്ടതിന് ശേഷം നമ്മളെ കൂട് കണ്ടാൽ എന്താ പറയാ, ഇതിൽ കാണുമ്പോ എങ്ങനെയാന്ന് എനിക്കറിയില്ല. പക്ഷെ പൂ വാരി ഇട്ട പോലെ ഉണ്ട് കേട്ടോ. നല്ല വൃത്തി നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്താ പറയാ നമ്മളെ ഈ ഓണത്തിനൊക്കെ പൂവൊക്കെ ബാക്കിയൊക്കെ വന്ന് നമ്മളിങ്ങനെ വാരി ഇടുന്നു, അതേപോലെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ നല്ല തണുപ്പായി. നമുക്ക് തന്നെയാണെങ്കിലും ചെരുപ്പിടാതെയൊക്കെ ഇറങ്ങാനൊരു സുഖം കേട്ടോ. കാലൊക്കെ എന്താ പറയാ ഒരു തണുപ്പും ഒരു വൃത്തികേടും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നും ഈ ഒരു പൊടി ഇടുന്ന വീഡിയോ തന്നെയാണോന്ന്. ജസ്റ്റ് ഞാൻ എന്താ പറയാ നമ്മളെ വൈകുന്നേരം ടൈമിൽ ചെറിയൊരു വീഡിയോ എടുത്തു മാത്രം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ ഒരു കൂടുണ്ടല്ലോ, ഈ ഒരു കൂട്ടിലും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുന്നൊന്നുമില്ല, ഇതൊരു എന്താ പറയാ നമുക്ക് ഒരു പെട്ടി പോലെയാണ്. അപ്പൊ ഇത്ര ഒരു ഹൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇടാൻ സുഖം കേട്ടോ. പിന്നെ തള്ളക്കുഞ്ഞൊക്കെ ഇറക്കിയിടാം. പിന്നെ നമ്മുടെ ഈ ഒരു കൂട് നമ്മളെ ചകിരിപ്പൊടി തീർന്നതിന് ശേഷം നമ്മൾ ഇടാറില്ലായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ ഈ ഒരു പൊടി കിട്ടിയപ്പോ ഇത് കുറച്ചിട്ട്, അപ്പൊ എന്തായാലും ഇതിലും നമ്മളെ ഒരു 2-3 കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ട് കേട്ടോ. അത് വലിയ കോഴികൾ കുത്തുന്നത് കൊണ്ട് ഇതിലേക്കാണ് അവരിടല്. പിന്നെ നമ്മളെ ഈ ഡോറ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഞാൻ ചെറിയ ഡോറല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കയറി വലിയ ഇവിടെ തട്ടിയിട്ട് മനുഷ്യരുടെ മണ്ടുണ്ടായിരുന്നു ഈ ഒരു കൂടെ എടുത്ത് മാറ്റണം എന്നൊക്കെ, കോഴിയുടെ ഈ ഒരു കൂടെ എടുത്ത് മാറ്റണം എന്നൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞ അവിടെ നിന്നോട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ എന്താ പറയാ കോഴിക്കോട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ മഴയത്താണെങ്കിലും ആ ഒരു ഭാഗത്തേക്ക് ഒന്നിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. അവിടെയൊക്കെ മഴ കൊള്ളുന്ന ഒരു ഏരിയ കേട്ടോ.
അപ്പൊ അവിടെ ഇതില്ല. പിന്നെ അവിടെ കുറച്ച് വെള്ളം കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ആ ഒരു ചാക്കൊക്കെ എടുത്ത് ഒഴിവാക്കിയാൽ അവിടെ വെള്ളം കെട്ടിട്ട് ആ വെള്ളം നമ്മുടെ കോഴികൾ കുടിക്കുന്നതുകൊണ്ട് ആ ഒരു ഭാഗം എടുത്ത് ഒഴിവാക്കി. പിന്നെ അതൊക്കെ പിന്നെ ചാക്കാട്ടോ, വേറെ ചളി ആയിരുന്നു. പിന്നെ അത് ചാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ഭാഗം മഴ പെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത്ര സ്ഥലമല്ല, അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരുപാട് സ്ഥലം കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചെടുത്തത് ഈ ഒരു ആ ഒരു പലകല്ലേ, ഇതൊക്കെ എന്തെങ്കിലും കോലുകളൊക്കെ മഴയത്തൊക്കെ അവരിങ്ങനെ കയറി നിൽക്കല്ല. നമ്മളെ കോഴികളൊക്കെ അപ്പളേ ചിലക്കലൊക്കെ തുടങ്ങിട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ എന്ന് മറന്നു പോരുവേ. എന്തായാലും ഇനി ചെറിയൊരു വീഡിയോ ആയിരുന്നു. പിന്നെ അപ്പൊ എന്തായാലും നമ്മള് എന്താ പറയാ, ഇനി ചെറിയ വീഡിയോ നമ്മളെ ഈ ഒരു പൊടി കൊണ്ടുവന്നപ്പോൾ ഇടണം തോന്നി, ഒരു വീഡിയോ എടുക്കാനും തോന്നി, അത്രേ ഉള്ളൂ. അപ്പൊ ഇതായിട്ട് നമ്മളെ ചാനലിനെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ കോഴികളൊക്കെ ഏറ്റവും എന്താ പറയാ ഈ ഒരു മഴക്കാലത്ത് അടിപൊളിയായിട്ട് നമുക്ക് കോഴിയെ വളർത്താന്ന് പറയുകയാണെങ്കിൽ കാരണം ഇതേ ഉള്ളൂ. കൂടൊക്കെ ഒരു ഭാഗത്താക്കുക, നനയാതെ നിർത്തുക, ഇതേപോലെ വലയൊക്കെ ചുറ്റി നട്ടിട്ട് നമുക്ക് കോഴികളെ ഇങ്ങനെ ഒരു വലന്റെ ഉള്ളിൽ അയച്ചിട്ട് വളർത്താം. പിന്നെ കാഷ്ടത്തിന്റെ ഈ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ എന്തായാലും എനിക്ക് എന്താ പറയാ, ഞാൻ ഈ ഒരു കൂട് ഉണ്ടാക്കിയതിനു ശേഷം ആദ്യമായിട്ടോ ഇങ്ങനെയൊക്കെ പൊടിയൊക്കെ നമ്മളിപ്പോ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇതേപോലെ പൊടിയൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പൊ എന്തായാലും ഈ ഒരു മഴക്കാലത്ത് ഈ ഒരു പൊടി എവിടെ കണ്ടാലും വലിയ കോഴിക്ക് ഈ ഒരു പൊടി എടുത്താൽ നമ്മുടെ കൂടിന്റെ ഒരു പരിസരത്തൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങൾക്കൊക്കെ നല്ല കുറവുണ്ടാവും കേട്ടോ. അപ്പൊ എന്റെ ഒരു അനുഭവമായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ഒന്നും മറന്നു പോയത്. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്.